ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിച്ചു. അതൊരു ആള് തന്നെ എഴുതിയൊരു ബുക്കാണേ. ആൻഡ് അതിലിങ്ങനെ എഴുതിയിരിക്കുവാണ്, നമ്മൾ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾ എഴുതിയിരിക്കുകയാണ്, ആഗ്രഹത്തിന് നേരെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആഗ്രഹങ്ങൾ. ആർ യു അഗ്രി വിത്ത് ഇറ്റ്? യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ പാരൻസ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്. ദി ഓൾവേസ് ലിവ്ഡ് ഫോർ ദ ഫാമിലി, ഫോർ ദ കിഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പക്ഷേ ഇൻ സം പോയിന്റ് ചിലപ്പോൾ അറ്റ് എൻഡ് ഓഫ് ദെയർ ലൈഫിലേക്ക് അവർക്ക് തോന്നിക്കാണുമായിരിക്കും, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. എൻ്റെ യൗവനം, എൻ്റെ കൗമാരം അല്ലെങ്കിൽ എൻ്റെ മധ്യവയസ്സൊക്കെ ഞാൻ എൻജോയ് ചെയ്യേണ്ടതായിരുന്നു. എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമായിരുന്നു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കണമായിരുന്നു, എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യണമായിരുന്നു, എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണമായിരുന്നു എന്നൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ലേ? ഒരു ലക്ഷറി വാച്ച് മേടിക്കണമെന്നുണ്ടാകാം, ഒരു ഫോൺ മേടിക്കണമെന്നുണ്ടാകാം. അത് നിങ്ങൾക്കുള്ള ചെറിയൊരു ഇഷ്ടമാണ്, ചെറിയൊരു ആഗ്രഹമാണ് ആ ഫോൺ മേടിക്കണം അല്ലെങ്കിൽ വാച്ച് മേടിക്കണം എന്നുള്ളത്. അതിലങ്ങനെ തെറ്റെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുമാനത്തിൽ കവിയാത്ത അല്ലെങ്കിൽ നമുക്ക് കടം മേടിച്ചുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കേണ്ടത്, പിന്നെ പൂർത്തിയാക്കാൻ പറ്റാത്ത പൈസ കടം കൊടുക്കാൻ പറ്റാത്ത, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലൊന്നും ആവണമെന്നല്ല. എന്നാലും നമുക്ക് സാധിക്കുന്ന ഇഷ്ടമുള്ള സമയത്ത് ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാനും, അല്ലേ? അതൊക്കെ ഒരു ലക്ഷ്യറി അല്ലേ? എനിക്കിപ്പോൾ ഒന്ന് പുറത്തുനിന്ന് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുകയാണ്, അപ്പോൾ 200 രൂപ സേവ് ചെയ്ത ഫാമിലിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാതെ 100 രൂപയല്ലേ ഉള്ളൂ, ഒരു ബിരിയാണി അല്ലേ ഉള്ളൂ, അതങ്ങ് കഴിച്ചേക്കാം, അങ്ങനെ ചിന്തിച്ചു വിടാം. നമുക്ക് അത്രയേ ഉള്ളൂ. ലൈഫ് അത്ര സിമ്പിളായിട്ട് കാണാം. ആഗ്രഹങ്ങളും നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വലിയ റെസ്പെക്റ്റാണ്. അതുണ്ടാവണം. അത് ഇല്ലാത്ത പോയിന്റിൽ നമ്മൾ ഹാപ്പിനെസ് തേടി പോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഹാപ്പിനെസ് വേറെ എന്തെങ്കിലും ആണ്. ഈ കൊച്ചു കൊച്ചു കാര്യത്തിലേക്ക് ആയിരിക്കുമല്ലോ നമ്മുടെ ഹാപ്പിനെസ്. ചിലപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വെറുതെ പോയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ യാത്ര ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു അമ്മയാണെങ്കിൽ കൂടി, ഇപ്പം ന്യൂലി ആയിട്ടുള്ള അമ്മമാരുണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ. അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വന്തം മീ ടൈം നഷ്ടപ്പെടുന്നവർ. അവർ ചിലപ്പോൾ ഒരു ഇച്ചിരി നേരം സ്വസ്ഥമായിട്ട് മാറിയിരുന്ന് ഇച്ചിരി പാട്ട് കേൾക്കുക, ഒരു കുറച്ച് നേരം പാട്ട് കേൾക്കണമെന്നോ, ചിലപ്പോൾ വരയ്ക്കുന്നവനായിരിക്കാം, ചിലപ്പോൾ വായിക്കുന്നവനായിരിക്കാം, ഒരു പുസ്തകം വായിക്കണമെന്നോ, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഫോണിൽ കളിക്കണം തോന്നുന്നൊക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. അവരെ ചുറ്റുമുള്ളവരപ്പോൾ അവരുടെ കൂടെ നിൽക്കണം. അവരുടെ പാരൻസ് ആണെങ്കിലും, അവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും, പാർട്ട്ണർ ആണെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ നിൽക്കി ആ ആൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് വിചാരിക്കണം. അല്ലാണ്ട് അമ്മ എപ്പോഴും ദേ ആർ മെന്റ് ഫോർ ദ കിഡ്സ് എന്ന് മാത്രം ചിന്തിക്കുന്നത് വളരെ വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. യു ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? അതൊക്കെ സാധിക്കാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? എന്നെ കേൾക്കുന്ന കുറേ അമ്മമാരുണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ പോലും ആഗ്രഹത്തിന് വീട്ടിൽ ആരും കഴിക്കില്ല എന്നും പറഞ്ഞ് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കാതിരിക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താണോ അത് നിങ്ങൾ ഉണ്ടാക്കണം. വേറെ ആരും കഴിച്ചില്ലെങ്കിലും നിങ്ങളത് കഴിക്കണം. നമ്മൾ വേണം നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാൻ. നമ്മളെ ട്രീറ്റ് ചെയ്തല്ലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം, എന്നാലാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒന്നിലുമല്ല ഹാപ്പിനെസ് ഇരിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന സമയം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് നമ്മൾ ഹാപ്പി ആക്കേണ്ടതും ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുന്നതും. ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയത് ഏതൊക്കെ ആഗ്രഹങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണെന്നൊക്കെ ഓർക്കുക. നമ്മളെ കൊണ്ട് താങ്ങുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, ഇഷ്ടമുള്ള പോലെ ഇരിക്കാം, വളരെ സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. Thank you and have a nice day. Bye.